ഇടഞ്ഞ കാമുകയെ ഇംപ്രസ് ചെയ്യാനായിട്ട് ഓഫീസ് കെട്ടിടത്തിന് ബോംബ് ഭീഷണി മുഴക്കി ഇമെയിൽ അയച്ച അഭിഭാഷകൻ അറസ്റ്റിൽ. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നടന്ന സംഭവമാണ്. കൊൽക്കത്തയിൽ നിന്നുള്ള 29 വയസ്സുകാരനാണ് ആ അഭിഭാഷകൻ. പേര് അനികേത് പോൾ. ലണ്ടനിൽ നിന്ന് നിയമത്തിൽ ബിരുദാനന്തര ബിരുദമൊക്കെ നേടിയ ആളാണ്. ഗുരുഗ്രാമിലെ ഒരു കമ്പനിയിൽ ലീഗൽ എക്സ്പേർട്ടായി ജോലി നോക്കുകയാണ്. ഈ ഗുരുഗ്രാമിലെ തന്നെ DLF ഹൊറൈസൺ സെന്ററിലേക്കാണ് ഇയാൾ ഒരു ബോംബ് ഭീഷണി മുഴക്കി ഇമെയിൽ അയക്കുന്നത്. എന്തിനാണ് ഇങ്ങനൊരു വ്യാജ ബോംബ് ഭീഷണി മുഴക്കി ഇമെയിൽ അയച്ചത്? കാരണം പറയാം. അനികേതിനൊരു പ്രണയിനിയുണ്ട്. എന്നാൽ അവളുമായി തർക്കത്തിലായിരുന്നു കുറച്ച് നാളുകളായി. ഇതേ തുടർന്ന് അനികേതിനോട് സംസാരിക്കുന്നില്ല, ഇടപെടുന്നില്ല. അനികേതിന് അറിയാമായിരുന്നു അവൾക്ക് ഒരു ഇന്റർവ്യൂ ഈ ദിവസം ഗുരുഗ്രാമിലെ തന്നെ ഈ DLF ഹൊറൈസൺ സെന്ററിൽ നടക്കാനുണ്ടെന്ന്. അങ്ങനെ DLF ഹൊറൈസൺ സെന്ററിന്റെ ഇമെയിൽ അഡ്രസ്സൊക്കെ കണ്ടുപിടിക്കുകയാണ്. ആ ഇമെയിൽ അഡ്രസ്സ് കണ്ടുപിടിച്ചു, നേരെ വെച്ച് കാച്ചി ബോംബ് പൊട്ടാൻ പോകുന്നു ആ കെട്ടിടത്തിൽ നിന്ന് ഒരു ബോംബ് ഭീഷണി. ആ ഭീഷണി മുടക്കുമ്പോൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ആശങ്കയുണ്ടല്ലോ, അവിടെ ഉണ്ടാകുന്ന ഒരു പരിശോധനകൾ, പോലീസ്, ബോംബ് സ്ക്വാഡ്, ഇതൊക്കെ. ആ ആശങ്കയിൽ തൻ്റെ കാമുകി തന്നെ വിളിക്കും, തൻ്റെ സഹായം തേടും, ഇതൊക്കെയായിരുന്നു ഇയാളുടെ കണക്കുകൂട്ടൽ. അങ്ങനെ പ്രശ്നമൊക്കെ പരിഹരിച്ച് വീണ്ടും ആ പ്രണയം ഊഷ്മളമാക്കാം എന്നുള്ള ശ്രമത്തിലായിരുന്നു ആ ബോംബ് ഭീഷണി. എന്താണെങ്കിലും DLF ഹൊറൈസൺ സെന്ററിൽ നിന്ന് പോലീസിൽ പരാതി എത്തുന്നത് രാവിലെ 9:15 സുശാന്ത് ലോക് പോലീസ് സ്റ്റേഷനിൽ FIR ആ പരാതി പ്രകാരം രജിസ്റ്റർ ചെയ്തു. ബോംബ് സ്ക്വാഡിനെയും ഡോഗ് സ്ക്വാഡിനെയും ഒക്കെ അയച്ച് പരിശോധനയൊക്കെ നടത്തി. സംശയാസ്പദമായി ഒന്നും കണ്ടില്ല. അപ്പോൾ ഏറെക്കുറെ വ്യക്തമായി അതൊരു വ്യാജ ഭീഷണിയാണെന്ന്. അങ്ങനെ പോലീസ് ഇതിന്റെ ഉറവിടം തേടി. ആ അന്വേഷണത്തിൽ ഗുരുഗ്രാം പോലീസ് സെക്ടർ 31 നിന്ന് ഈ അനികേതിനെ വളരെ പെട്ടെന്ന് തന്നെ പൊക്കി അറസ്റ്റ് ചെയ്തു. ഇയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമൊന്നുമില്ല. പക്ഷെ കാര്യം കേട്ടപ്പോൾ പോലീസിന് തന്നെ പാവം തോന്നിക്കാണ്. സ്വന്തം കാമുകിയെ ഇംപ്രസ് ചെയ്യാനല്ലേ, പക്ഷേ ഒരു വ്യാജ ബോംബ് ഭീഷണിയാണ് അയാൾ മുഴക്കിയത്. അതുകൊണ്ട് തന്നെ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന് ഉറപ്പ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.